അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, നമ്മളിവിടെ ഒരു എന്താ പറയുന്ന അളവൊക്കെ എടുക്കുന്ന സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. കാര്യം ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി ഒരു ചായ മസാലയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ കുറച്ച് സാധനമൊക്കെ നമുക്ക് അളന്ന് തൂക്കിയൊക്കെ എടുക്കണം. അതിനുവേണ്ടിയാണ് ഈ സംഭവം എടുത്തത്. ആ മസാലയ്ക്ക് അളവ് ഒരു നമ്മൾ ഈ സാധനമൊക്കെ എടുത്ത് വെച്ചത്. അപ്പൊ നമുക്ക് ആദ്യം ഉണ്ടല്ലോ നമ്മുടെ ഈ കുരുമുളകില്ലേ, കുരുമുളക് ഇത് എല്ലാം നമുക്കൊരു 10 ഗ്രാം. ചില സാധനങ്ങൾ ഇച്ചിരി കൂടുതലും വേണം. അപ്പൊ കുരുമുളക് നമുക്കൊരു 10 ഗ്രാം വേണം. അപ്പൊ നമ്മുടെ തൂക്കുന്ന മെഷീൻ ഓഫായി പോകും. അപ്പൊ ഇതൊരു 10 ഗ്രാം നമുക്ക് വേണം. അപ്പൊ അത് നമുക്ക് തൂക്കിയെടുക്കാം. നമ്മൾ ഈ ഒരു ചായയുടെ പൊടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മളുണ്ടല്ലോ, ഇതിപ്പോ 10 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് 10 ഇരട്ടി ആ ഒരു കണക്ക്. ഇപ്പൊ നമ്മളൊരു അളവിന് വേണ്ടിയാണ് നമ്മൾ 10 ഗ്രാം എന്ന് പറയുന്നത്. അതെ, നമുക്ക് 13 ഗ്രാം ഉണ്ട് സാധനം. അപ്പൊ ഇത് കുറച്ചെടുത്ത് മാറ്റി കഴിയുമ്പോൾ 10 ആകുമായിരിക്കും അല്ലേ? അപ്പൊ 10 ഗ്രാം കുരുമുളക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സാധനം നമുക്ക് നേരെ നമ്മുടെ ചൂടാക്കണം. അപ്പൊ ചൂടാക്കണം നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തു. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഗ്രാമ്പുവാണ് കേട്ടോ. ഗ്രാമ്പു നമ്മൾ 10 ഗ്രാം തന്നെ എടുക്കണം. അതെ, അപ്പൊ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടല്ലോ 10 ഗ്രാമിന്റെ ഒക്കെ പാക്കറ്റ് കിട്ടും. അപ്പൊ അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. അപ്പം പിന്നെ ഈ തൂക്കുന്ന സാധനം ഒന്നും വേണമെന്നൊന്നുമില്ല, നമുക്ക് അല്ലാതെ തന്നെ കറക്റ്റ് അളവ് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ 10 ഗ്രാം ഗ്രാമ്പു നമ്മളിപ്പോ ഈ തൂക്കുന്ന ഇതില്ലെങ്കിൽ പോലും എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഓരോന്നിന്റെ ചെറിയ ചെറിയ പാക്കറ്റ് ഇത് 15 ഗ്രാമിന്റെ പാക്കറ്റ്. അപ്പൊ 15 ഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കവറിന്റെ തന്നെ ഒരു 2 ഗ്രാം ഒക്കെ വരും. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. ആ രീതിയിലൊക്കെ വാങ്ങിച്ചാൽ മതി. ഇത് നമ്മുടെ ഏലക്കയാണ് കേട്ടോ. ഏലക്ക നമ്മളൊരു 20 ഗ്രാം ഏലക്ക ഇച്ചിരി കൂടുതൽ വേണം നമുക്ക്. കണ്ടത് കറക്റ്റ്, അതായത് നമ്മുടെ 10 ഗ്രാമിന്റെ പാക്കറ്റാണ്. കറക്റ്റ് 10 ഗ്രാം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് സംഭവം. അപ്പോൾ ഇതിനകത്ത് നമുക്കൊന്നും നോക്കണ്ട, അങ്ങ് വാരി അങ്ങ് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം 20. 1 ഗ്രാമിൽ ഇല്ല, കറക്റ്റ് നോക്കിയാൽ 20 ഗ്രാം. അതാണ് ഏലക്കയുടെ പ്രത്യേകത. അത് നമ്മൾ 20 ഗ്രാം വരെ എടുത്ത് അത് ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മുടെ പെരിഞ്ജീരകമാണ്. ഇത് നമുക്ക് 10 ഗ്രാം മതി. 10 ഗ്രാമിൻ്റെ ആവശ്യമില്ല. ഈ പെരിഞ്ജീരകം ഒക്കെ ഇട്ടുണ്ടല്ലോ ചായ ഉണ്ടാക്കി കഴിയുമ്പോൾ അടിപൊളി നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തെ സാധനമാണ് ഇത്. ഇത് കുറച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആരിലൊക്കെ ഗസ്റ്റ് ഒക്കെ വരുമ്പോ അല്ലേ നമുക്ക് നമുക്ക് വീട്ടില് ഡെയിലി ഉപയോഗിക്കുന്ന, നമ്മളെല്ലാവരും ചായ കുടിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇത് ഒരു നേരം വൈകുന്നേരം ഒക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ഇതൊക്കെ വന്നിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അതെ, നമ്മളത് 10 ഗ്രാം ആക്കി എടുക്കുക. 1 ഗ്രാം 2 ഗ്രാം ഒക്കെ ഇച്ചിരി കൂടിയൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ അതെ, അത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ കറുവാപ്പട്ടയാണ്. അത് നമ്മൾ 10 ഗ്രാം അത് 10 ഗ്രാം. ഞാൻ വിചാരിച്ചതിന്റെ വെയിറ്റ് ഉണ്ടായിരിക്കുന്നത് ഈ വലിയ തടിയൊക്കെ അല്ലേ, അപ്പൊ വെയിറ്റ് കണ്ടിരിക്കുന്നത്. അത് ഒരെണ്ണം 1 ഗ്രാം വരും. 10 എണ്ണം ഇട്ട് 10 ഗ്രാം വരും. 8 ഇല്ല 9 ഇവനൊരു ഇച്ചിരി ഒരു സുഖമില്ലാത്തല്ലേ. നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം. അപ്പൊ നമുക്ക് 10 ഗ്രാം. അതാണ് നമ്മുടെ കറുവപ്പട്ടയുടെ പ്രത്യേകത. അപ്പൊ ഇത് നമുക്കുണ്ടല്ലോ ഈ വറക്കാനായിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിടാം. പെട്ടെന്ന് അത് റെഡി ആയിട്ട് ഇച്ചിരി നേരം ഒന്ന് മെനക്കെട്ടാല് നമുക്ക് കുറച്ച് ഇതാണ്. ഇത് നമ്മുടെ എന്താണെന്നറിയോ, ഇതിന്റെ നമ്മൾ ഇവിടെ പറയുന്നത് വെച്ചാൽ മസാല ഇലൈച്ചി എന്ന് എഴുതിയിരിക്കുന്നത്. അത് ഹിന്ദിയിൽ ഇലൈച്ചി എന്ന് പറയുന്നുണ്ടെന്ന് ഏലക്കയാണ്. അപ്പൊ ഇതുണ്ടല്ലോ, ഇത് നല്ല വലിപ്പം ഈ സാധനത്തിന്. ഇതുണ്ട്, ഇത് ഉണങ്ങിയ സാധനം ഇത്. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിന്റെ തോടൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പൊ ചിലതിന് നല്ല കട്ടിയായിരിക്കും. അപ്പൊ നമുക്ക് മറ്റേ നമ്മുടെ ഇടിക്കുന്ന ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞെങ്കിൽ പോരും. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നഖത്തിനൊക്കെ ബലം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ, അല്ലെങ്കിൽ ഒരു കത്രിക വെച്ചിട്ട് നമുക്ക് ഇതിന്റെ തോട് പൊട്ടിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഈ സാധനം നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് തൂക്കിയെടുക്കാം. കണ്ടത് ഇതിന് നല്ല വലിപ്പം ഈ സാധനത്തിനെ. അതിന്റെ അകത്തൊരു കുരുണ്ട്. നമ്മുടെ സംഭവം സാധാ ഏലക്ക പോലെ തന്നെ ഇച്ചിരി വലിപ്പം കൂടുതലാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ തോട് ഭയങ്കര കട്ടി കൂടുതലാണ്. നമ്മൾ ഈ മറ്റേ ഗരം മസാല ഒക്കെ അരയ്ക്കാനായിട്ട് മേടിക്കുമ്പോഴേ
അതിന്റെ കൂടെ കിട്ടുന്ന ഏലക്ക തന്നെ, വലിയ ഏലക്ക. അപ്പൊ ഇതിപ്പം നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതെന്ത് സാധാരണയായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇത് നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. നല്ല ക്വാണ്ടിറ്റി ഇതിന്റെ കുരുണ്ട്, ഇതുണ്ട് നല്ല കറുപ്പ് കളറിൽ കിട്ടുന്ന സാധനം. അപ്പൊ ഇത് നമ്മളൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഇതിന് ഇച്ചിരി സമയം എടുക്കും ഈ സാധനം ഒന്ന് റെഡിയാക്കി എടുക്കുന്നതിന്. അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളെ നമ്മുടെ മസാല ഏലക്ക എന്താ പറയുക പൊളിച്ച്. അപ്പോൾ അത് പൊളിക്കാനുണ്ടല്ലോ, എൻ്റെ നമ്മുടെ സാധാരണ ഏലക്ക പോലെയല്ല, ഒരു ഇച്ചിരി കട്ടിയാണ് എൻ്റെ തോടിനെ. അപ്പോൾ അത് നമ്മളത് പൊളിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അത് നമ്മൾ 10 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇങ്ങോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് അടുത്ത വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ജാതിപത്രി ഇടാം. നമുക്കൊരു 4-5 ഗ്രാം അത്യാവശ്യം എന്താ പറയുന്നത് ഇതിൻ്റെ എഫക്റ്റ് കൂടുതലുള്ള സാധനം. അപ്പോൾ ഇതിന് പകരം വേണം ജാതിക്ക വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ എന്താ പറയുന്നത് ഒരു രസം ഇതിനാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സാധനവും ഇനി നമ്മളൊരു സാധനം വേണ്ടത്, ഇത് നമ്മുടെ 2 സാധനമുണ്ട്. ഇത് നമ്മുടെ ചുക്കാണ്. നമ്മള് പക്ഷെ ഇപ്പം ഈ ചുക്കുണ്ടല്ലോ, ചുക്ക് പൊടി എടുക്കുന്നത്. കാര്യം ചുക്ക് നമുക്ക് ഇത് പൊടിച്ചെടുക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മുടെ മിക്സിക്കകത്താണെങ്കിലും പൊടിക്കാൻ ഒരു നല്ല പാടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ചുക്ക് പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ സാധനങ്ങൾ മാറ്റും. ഇത് നമ്മളിത് കാണിക്കാൻ വേണ്ടി ചുക്ക് പൊടി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ചുക്കില്ലേ, ചുക്ക് പൊടിയില്ലേ, ആ സാധനം നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ ചുക്ക്. അപ്പം ഇത് മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം അതില്ലെങ്കിൽ നമ്മുടെ ഈ ചുക്ക് വേണമെങ്കിലും എടുക്കാം. പൊടിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ചുക്ക് തന്നെ ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം ഇനി നമ്മുടെ തുളസിയാണ്, നമ്മുടെ നാടൻ തുളസി. ഇച്ചിരി പൂവും കാരും എല്ലാം ഉണ്ട്. അപ്പൊ ഇത് നമ്മളുണ്ടല്ലോ കഴുകി എല്ലാം റെഡിയാക്കി നമ്മളൊന്ന് ചെറുതായിട്ട് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് എന്താ പറയുന്നത് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുത്ത കാര്യം ടിഷ്യൂ പേപ്പറിനകത്ത് അല്ലെങ്കിൽ നല്ല കോട്ടൺ തുണിക്കകത്ത് പൊതിഞ്ഞെന്ന് വെച്ചാൽ അതിന്റെ ഡ്രെയിൻ ആയി കിട്ടണം, വെള്ളം മാറ്റി. അപ്പം ഇത്ര സാധനം. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഈ സാധനമൊക്കെ ഒന്ന് എന്താ പറയുന്നത് ഒന്ന് ചൂടാക്കി അതിന്റെ ആ ഒരു എന്താ ഒന്ന് കരിഞ്ഞു പോകരുത്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാധനത്തിന്റെ അത്ര നമുക്ക് അത്യാവശ്യമുണ്ടല്ലോ ഒരു ചെറിയ ഓയിൽ കണ്ടന്റ് ഉണ്ട്. അപ്പൊ ആ ഓയിൽ കണ്ടന്റ് ഒക്കെ ഒന്ന് നമ്മളിതൊന്ന് ചൂടാക്കുന്നത്. അപ്പൊ ഇതൊന്ന് ഒരു 1-2 മിനിറ്റ് ആ ഒരു സമയം ഈ ചൂടായി വരുന്ന സമയത്ത് വേണം നമ്മുടെ തുളസി ഇല തണ്ട് ഒന്ന് മാറ്റിയിട്ട് ഇലയും കാര്യങ്ങളും എല്ലാം കൂടെ ഒന്ന് വെച്ചിട്ട് നമുക്കിത് അങ്ങോട്ട് ഇടുക കേട്ടോ. അത് തന്നെയല്ല നമ്മുടെ ചുക്ക് പൊടിയും അത്ര ആ നേരത്തിൽ നമുക്ക് അളന്നെടുത്ത് വെക്കാം. നമുക്കൊരു 10 ഗ്രാം ചുക്ക് ഇതല്ല, തണുപ്പ് സമയമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 10 ഗ്രാം ഒക്കെ ചുക്ക് പൊടി എടുക്കാം. തണുപ്പല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 ഗ്രാം ഒക്കെ എടുത്താൽ മതിയാവേ. അപ്പൊ അതും കൂടെ ഒന്ന് അളന്ന് വെക്കാം. ആ സമയത്ത് തന്നെ നമുക്ക് ഇതൊന്ന് ഇളക്കി റെഡിയാക്കി വെക്കാം. അപ്പൊ ഞാൻ ഇതൊന്ന് ഇളക്കി ചൂടാക്കട്ടെ. അപ്പൊ നമ്മുടെ സംഭവം ഉണ്ടല്ലോ അത്യാവശ്യത്തെ മൂത്തെല്ലാം റെഡിയുണ്ട്. അയൽവക്കക്കാരൊക്കെ എത്തി നോക്കും. അപ്പൊ ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ തുളസി. അപ്പൊ ഈ തുളസി കാണുമ്പോഴത്തേക്ക് വിചാരിക്കണ്ട ഇത് ഉണങ്ങിയതാണെന്ന് വിചാരിക്കണ്ട. ഇത് നമ്മൾ കഴുകി ഉണക്കിയെടുത്തതാണ്. കുറച്ച് പാടുപെട്ട് നമ്മൾ ഉണക്കിയതാണ്. അപ്പൊ ഇതും കൂടെ നമ്മൾ അതിന്റെ തണ്ടിടണമെന്നില്ല. എന്നിട്ട് ഈ പൂ ഇടാൻ കേട്ടോ, കുഴപ്പമില്ല. ഉണങ്ങിയ തുളസിയൊക്കെ കിട്ടും കേട്ടോ, മേടിക്കാനൊക്കെ. ഇതൊക്കെ നമുക്ക് ഓൺലൈനിലൊക്കെ കിട്ടും കേട്ടോ ഈ സാധനമൊക്കെ. നമ്മള് പച്ച തുളസി പറിച്ചേച്ചിട്ട് മുറ്റത്തുനിന്ന് തന്നെ കുറച്ചെടുത്തത് നമ്മളതിട്ട് കഴുകി അത് ഉണക്കി ഒരു കാര്യം ശ്രദ്ധിച്ചാണ് ഈ പൂവുണ്ടല്ലോ, ഈ നമ്മളിപ്പോ വേനൽക്കാലമൊക്കെ ആണെങ്കിൽ പൂവിൻ്റെ അകത്തൊക്കെ നിറച്ച് പൊടി കയറിയിരിക്കും. അപ്പൊ ആ പൊടിയൊക്കെ ഉണ്ടോന്നൊന്ന് ശ്രദ്ധിക്കണം. വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കഴുകി എടുത്തിട്ടാണ്. അപ്പൊ നമ്മള് കൊടുക്കുന്നത് ഇതിന്റെ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ പ്രതീക്ഷിക്കാത്ത മണമാണ്. അസാധ്യം. നമുക്കറിയാമല്ലോ ഈ ഗരം മസാലയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കുള്ള മണക്കറിയാമല്ലോ ഏലക്കയും കാര്യങ്ങളും. അത് ഈ നമ്മുടെ മറ്റേ എന്താ പറയുക മസാല ഏലക്കയുണ്ടല്ലോ അത് ഒരു അസാധ്യ സാധനം. ഇതിന്റെ മണം മാത്രമല്ല ഭയങ്കര ഗുണമുള്ളൊരു സംഭവം കൂടിയാണ്. കാരണം നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഒരു എന്താ ഇപ്പൊ പനിയൊക്കെ വരുവാണെങ്കിലും ഒക്കെ നമ്മള് ചേർക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ഈ പൊടി ഇട്ടിട്ടുണ്ടല്ലോ ഒരു കട്ടൻ ചായ ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ടയുടെ ഈ എന്താ പറയുക പാട്ടൊക്കെ പാടാൻ നേരെ നമ്മൾ പാടുമ്പോഴത്തേക്ക് അപ്പൊ നമ്മളിനി ഈ എടുത്ത് വെച്ചിരിക്കുന്ന 5 ഗ്രാം നമ്മുടെ ചുക്കുപൊടി. അപ്പൊ പൊടി ഉണ്ടെങ്കിൽ പൊടി ഇടുക, ഇല്ലെങ്കിൽ ചുക്ക് ഇടുക. പൊടിക്കാനുള്ള മാർഗം നമ്മുടെ മിക്സിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക നമ്മുടെ ചുക്ക് തന്നെ ഇട്ടെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇനി നമ്മളുണ്ടല്ലോ ഈ പൊടി കരിഞ്ഞു പോകരുത്, നിർത്താതെ ആ ചൂടത്ത് തന്നെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുത്താതെ. അപ്പൊ ഈ ചുക്കിന്റെ ഉള്ള ആ ഒരു പച്ച ഇത് വരുമല്ലോ, അതുകൂടെ ഒന്ന് മാറണം. അപ്പൊ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത് തുടർച്ചയായിട്ട് ഇടയ്ക്ക് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു. അപ്പൊ ഇതൊന്ന് ആറിയതിനു ശേഷം വേണം ആറിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് മിക്സിയുടെ പൊടിക്കുന്ന ജാറുണ്ടല്ലോ അതിൻ്റെ അതിട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. അപ്പൊ അതെ നമ്മുടെ മസാല
മസാലക്കൂട്ടുകൾ കംപ്ലീറ്റ് ഇത് പൊടിച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മണമായി സാധനത്തിന് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിത് പൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ചായ കുടിക്കണ്ടേ. അപ്പോൾ അതായത് നമ്മുടെ ചായ തിളച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീയൊന്ന് കുറയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇതിനുണ്ടല്ലോ ഒത്തിരി ഇടേണ്ട കാര്യമില്ല. കാരണം നമുക്ക് എത്രയോ ചില ആൾക്കാരുണ്ടല്ലോ ഭയങ്കര മസാല വേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഗ്ലാസ് ചായ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് നമ്മളിത് ചേർത്ത് കൊടുക്കുക. ഇതങ്ങോട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. എന്നിട്ടുണ്ടല്ലോ ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളക്കണം. തിളച്ചങ്ങ് മറിഞ്ഞു പോകരുത്. അത് പോകാതെ ഒന്ന് നന്നായിട്ട് തിളച്ച് അതിൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഈ ചായക്കകത്തോട്ട് ഇറങ്ങണം. അപ്പൊ നമ്മൾ ഇവിടെ ഒത്തിരി കടകളുണ്ട്, ഈ ചായക്കടകൾ മാത്രമാണ്, ചായ മാത്രം വിൽക്കുന്ന കടകൾ. അത് നമ്മുടെ ഒരു പ്രത്യേകത. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഒരു ചായക്ക് ചിലപ്പോൾ ഒരു 5 രൂപ അല്ലെങ്കിൽ 10 രൂപ കൊടുത്ത് നമ്മുടെ ചായക്കട കിട്ടും. പക്ഷെ ഇവിടെ ഒരു ചായക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 രൂപ കൊടുക്കണം ചായക്ക്. ഭയങ്കര വിലയാണ് ചായക്ക്. കാര്യം വെച്ചാൽ അതുപോലാണ് ഒരു ചായ ഉണ്ടാക്കിയെടുക്കുന്നത്. അതെ, കുറേ നേരം ഇട്ടിട്ട് തിളപ്പിച്ച് വെള്ളം മാക്സിമം ഒരു കുറച്ചാണ് ചായ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ നമ്മുടെ സംഭവം നല്ല അടിപൊളിയാട്ടോ. മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ പണ്ട് എങ്ങനെ നല്ല ചായ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു. നമ്മൾ മേളിൽ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പം ഈ വരുന്ന ആവിയുണ്ടല്ലോ, അടിപൊളി കേട്ടോ. അപ്പൊ ഈ പൊടി ഉണ്ടല്ലോ നല്ല എയർടൈറ്റ് കണ്ടെയ്നറിനകത്താക്കി സൂക്ഷിച്ചു വെക്കുക. നന്നായിട്ട് തണുത്തിട്ട് വേണം വെക്കാൻ കേട്ടോ. നമ്മൾ പൊടിച്ചെടുക്കുമ്പോഴത്തേക്കും ചെറിയ ചൂട് കാണുമല്ലോ. അപ്പോൾ അതുപോലെ എന്താ പറയുക, നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നല്ലൊരു ഒരു ഗ്ലാസിൻ്റെ കുപ്പിക്കകത്ത് വെക്കുക. ഇതുണ്ടാവും നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് അരിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. കാര്യം എന്താ വെച്ചാൽ നമ്മളെന്തായാലും ചായ നമ്മൾ അരിച്ചില്ലെങ്കിൽ നമ്മളെ സംഭവം സെറ്റാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇതുപോലെ ഈ അളവില് സാധനം എല്ലാം കൂടെ എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. സംഭവം അടിപൊളിയാണ്. ആരും കൊതിച്ചു പോകുന്നൊരു ചായ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം നിർദ്ദേശം എല്ലാം നമ്മുടെ കമൻറ്റിൽ ഒന്ന് എഴുതുക. പിന്നെന്തുവാ ചായ കുടിക്കുന്നത് തന്നെ. ചെറുതായിട്ടൊന്ന് ചൂട് മാനിച്ചൊന്ന് കുടിക്കണം. പിന്നെ നമുക്ക് പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഓൺ ചെയ്ത് റെഡിയാക്കി എല്ലാം വെക്കുക. ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൂടെ ഒരു എന്താ പറയുക, ഒരു സന്തോഷം. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.